ഡൽഹിയിലെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. തെരുവുനായകളെ ഷെൽട്ടറിലാക്കണമെന്ന് സുപ്രീം കോടതി. തടസ്സം നിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. 8 ആഴ്ചയ്ക്കുള്ളിൽ നായകളെ പിടികൂടി ഡോഗ് ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഷബ്ന സിയാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാണ്. തെരുവുനായ ശല്യം വളരെ കൂടുതൽ ആയി വരുന്ന ഒരു സ്ഥിതിയാണ്. കേരളത്തിലെ കാര്യം നമുക്കറിയാം. ഡൽഹിയിൽ നായകടി ഏൽക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ബിനിൽ, തീർച്ചയായും ഈ സുപ്രീം കോടതി ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം തെരുവുനായ്ക്കളുടെ ആക്രമണം നേരിടേണ്ട സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ച് സുപ്രീം കോടതി ഇതിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരുവുനായ്ക്കളെ 8 ആഴ്ചയ്ക്കുള്ളിൽ ഡോഗ് ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നാണ്. ഇവയെ പിടികൂടണം. ഏതെങ്കിലും തരത്തിൽ ഇവയെ പിടികൂടുന്നതിന് തടസ്സം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥിതി വളരെ ഗുരുതരമാണ്, ഗൗരവമായി വിഷയം എടുക്കേണ്ടതാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിലുള്ള ഷെൽട്ടറുകളിൽ വന്ധ്യകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും ജീവനക്കാരെ നിയോഗിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഒരുക്കണം. അതോടൊപ്പം തന്നെ CCTV സ്ഥാപിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും തെരുവ് നായ്ക്കളെ പിടികൂടി ഉടൻ തന്നെ ഷെൽട്ടറുകളിലാക്കാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് ഡൽഹിയിലെ കേസ് മാത്രമാണ്. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള വലിയ തോതിൽ ഈ തെരുവുനായ്ക്കളുടെ ആക്രമണം നേരിടുന്നു, ഭീഷണി നേരിടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു നിർണായകമായ അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഉറപ്പായും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ സമാനമായ ആവശ്യമുണ്ട്. അപ്പോൾ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്.